ഇനി അവരെല്ലാം എങ്ങനെ ഫേസ് ചെയ്യാന്ന്. ഈ പ്രിയ അച്ഛമ്മ അവരുടെ ഫുൾ ഫാമിലി എന്നെ നോക്കി ചിരിക്കും. ഇല്ല, ഞാനിത് സമ്മതിക്കില്ല. എനിക്കിതൊരു കോമ്പറ്റീഷനാണ്. എനിക്കിതിൽ ഒരിക്കലും തോൽക്കാൻ പറ്റില്ല. അവരെന്നോട് ചലഞ്ച് ചെയ്തതാ. ഈ ചലഞ്ച് ഞാൻ എങ്ങനെ വന്നാലും തോൽക്കാൻ തയ്യാറല്ല തനു. പിന്നെ നീ എന്താ ശബ്ദം എടുത്തേക്കുവാണ്? എന്ത് ചെയ്താലും എപ്പോഴും ഒപ്പോസിഷന് ഫേവർ ആയിട്ടേ ചെയ്യുള്ളൂന്ന്. തനു, നീ എന്റെ ടീമാണോ അതോ അവരുടെ ടീമോ? എപ്പൊ നോക്കിയാലും എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചു വെക്കും. ഞാൻ തോക്കുകയും ചെയ്യും, അവർ ഉറപ്പായും ജയിക്കുകയും ചെയ്യും. നീ അല്ല ആലിയ തോൽക്കുന്നത്, നമ്മളാ. ഞാനും ആണ് തോൽക്കുന്നത്. ഇതൊന്നും ഞാൻ മനഃപൂർവ്വമല്ല ചെയ്യുന്നത്. ഞാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ നടക്കാറില്ല. ഞാൻ എന്ത് ചെയ്യാനാ? പ്ലീസ് എന്തെങ്കിലും ചെയ്യ്. ഈ കല്യാണം എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് ആലിയ. ഇമ്പോർട്ടന്റ് ആണെങ്കിൽ പോയി ഏട്ടനോട് മാപ്പ് പറയും. മാപ്പ് ഞാൻ എന്തിനാ പറയുന്നത്? മെഹന്തി നിന്റെയാ, തെറ്റും നിന്റെ തന്നെയാ. പിന്നെ മാപ്പ് എന്താ ഞാൻ പറയണോ? കൈ കൂപ്പണമെങ്കിൽ കൈ കൂപ്പണം, കാലി വീഴണമെങ്കിൽ കാലി വീഴ്. എന്തെങ്കിലും ചെയ്യ്. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാ, നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അതെല്ലാം ചെയ്യ്. ഏതറ്റം വരെ വേണമെങ്കിലും പോ. പക്ഷെ ഏട്ടന്റെ കയ്യിൽ നിന്ന് നീ മാപ്പ് വാങ്ങിയേ പറ്റൂ. നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ അബിയോട് മാപ്പ് ചോദിച്ചാൽ അബി തരുമെന്ന്? നിനക്ക് വേറെ എന്താ ഓപ്ഷനാ ഉള്ളത് തനു? അതുകൊണ്ട് അവിടെ പോയി ഗിവ് യുവർ ബെസ്റ്റ് ഷോട്ട് ടു ഇറ്റ്. പിന്നെ നീ മാപ്പ് പറയുമ്പോ, ഏട്ടനെ കൊണ്ട് അതിന് സമ്മതിപ്പിക്കുമ്പോ ഒരു കാര്യം നീ പ്രത്യേകം ഓർക്കണം തനു. ആ പ്രിയ ഒരു കാരണവശാലും ജയിക്കരുത്. മനസ്സിലായോ നിനക്ക്? ഞാൻ പ്രിയ ജയിക്കാൻ അനുവദിക്കില്ല. ഞാൻ ഇപ്പൊ തന്നെ പോയി അബിയോട് മാപ്പ് ചോദിക്കാം. ഞാൻ പോയി മാപ്പ് ചോദിക്കാം. ഏട്ടൻ ഇവളോട് ക്ഷമിച്ചാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ വലിയ പ്രോബ്ലം ഉണ്ടാവും. ഈ കളിയില് പ്രിയ വളരെ മുന്നോട്ട് സഞ്ചരിക്കുക. ഇനി ഞാൻ തന്നെ ഇവളുടെ സിന്ദൂരത്തിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തതായിരിക്കോ? പക്ഷെ എന്തായാലും നിനക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് മനസ്സിലായി. ഇനി നീ നോക്കിക്കോ, നിന്റെ സിന്ദൂര ഭാഗ്യം ഞാൻ ശരിയാക്കി തരാം. പറയാൻ വന്നത് എന്താന്ന് വെച്ചാ പറ. ഞാൻ നിന്റെ മൂഡ് പഴയതുപോലെ ആക്കാൻ വന്നതാ. പിന്നെ നിന്നോട് മാപ്പ് പറയാനും. നോക്കൂ അബി, ഫംഗ്ഷൻ നടക്കുന്നതിന് മുമ്പ് നീ വളരെ ഹാപ്പി ആയിരുന്നു. എനിക്കറിയാം എല്ലാ തെറ്റും എന്റെയാണെന്ന്. നിന്നെ തെറ്റിദ്ധരിച്ചു, നിന്റെ സെക്രട്ടറിയും തെറ്റിദ്ധരിച്ചു. ദേഷ്യം വന്ന് അറിയാതെ ഞാൻ ഐ എം റിയലി സോറി. നോക്ക്, ദേഷ്യം വന്നുകൊണ്ട് ഈ ഫംഗ്ഷൻ ക്യാൻസൽ ചെയ്യരുത്. ഇത് നമ്മുടെ ആദ്യത്തെ ഫംഗ്ഷൻ അബി. പ്ലീസ് പ്ലീസ് ഇതിനെ സ്പോയിൽ ചെയ്യരുത്. പ്ലീസ് എന്നോട് ക്ഷമിക്കൂ അബി. ശരി, ഞാൻ എന്നാ ചെവിയിൽ പിടിച്ച് പറയാം. ഞാനെന്നാ ഏത്തം ഇടാം. ഞാൻ ഏത്തം ഇട്ട് കഴിഞ്ഞാൽ എന്നെ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. പ്ലീസ് എന്നോട് ക്ഷമിക്കൂ. നിനക്ക് മാപ്പ് പറയണമെങ്കിൽ നീ ഹേർട്ട് ചെയ്ത വ്യക്തിയില്ലേ, അവളോട് പോയി പറ. നീ ഇൻസൾട്ട് ചെയ്ത വ്യക്തിയോട്. ആരോട്? എന്റെ ഫ്രണ്ടിനോട്. നിന്റെ ഫ്രണ്ട് പ്രണവിനോടോ? നികിത. അവളെന്റെ സെക്രട്ടറി മാത്രമല്ല, എന്റെ ഫ്രണ്ടും കൂടിയാണ്. പറയാലോ അബി. ഞാൻ കാരണം അവൾക്ക് വിഷമമായെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കണമല്ലോ. നിന്റെ ഫ്രണ്ടും ആയതുകൊണ്ട് ഞാൻ ഉറപ്പായും മാപ്പ് പറയാം. നിന്റെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ ഓർത്ത് എനിക്ക് എപ്പോഴും പേടിയാണ്. ഈശ്വരനുണ്ടല്ലോ, അദ്ദേഹം ഉറപ്പായിട്ട് എന്തെങ്കിലും ചെയ്യും. നമ്മൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. അഭിയുടെ പേരിലുള്ള സിന്ദൂരവും അവന്റെ പേരിലുള്ള ഈ മെഹന്തിയും നിന്റെ കയ്യിലുള്ളിടത്തോളം കാലം അതുവരെ മറ്റൊന്നും സംഭവിക്കില്ല. നീ എന്നും ഹാപ്പി ആയിരിക്കും. നീ സന്തോഷമായിട്ടിരിക്കുന്നത് കാണുമ്പോ എനിക്കും സന്തോഷാവും മോളെ. അമ്മ, എന്റെ സന്തോഷത്തെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ ആവണ്ട. ആണോ? അമ്മയ്ക്ക് അറിയാലോ, ഭഗവാൻ എന്റെ കൂടെ ഉള്ളപ്പോ എനിക്ക് ഒന്നും സംഭവിക്കില്ല. ഇനി ആകെ പ്രാർത്ഥിക്കാനുള്ളത് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ എത്രയും വേഗം തിരികെ കിട്ടണേന്നാ. ഉടനെ തിരികെ വന്നാ നന്നായിരുന്നു. സരളെ, എന്റെ ചെറുമകൻ നിങ്ങളുടെ മരുമകനാകുന്നത് ഇവളെ കുറിച്ചുള്ള ഓർമ്മകൾ തിരിച്ചു വരുമ്പോഴാണ്. അവന്റെ ഓർമ്മകളൊക്കെ തിരിച്ചു കൊണ്ടുവരുന്നതിന് എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ. ഇനിയൊരു പക്ഷേ അവന്റെ തലയ്ക്ക് അടി കുടിക്കേണ്ടി വന്നാൽ.
തനു മെഹന്തി തുടങ്ങണ്ടേ? ആന്റി എന്തായാലും കുറച്ച് സമയം കൂടി അവിടെ പോയി നിൽക്കുക. ഇവിടെ ഇപ്പം നടക്കുന്ന എന്തെങ്കിലും ആന്റി അറിഞ്ഞാലുണ്ടല്ലോ, മെഹന്തിക്ക് പകരം ഇവിടെ വേറെന്തെങ്കിലും ഫംഗ്ഷൻ ആയിരിക്കും നടക്കാൻ പോകുന്നത്. അബി, നീ പറഞ്ഞതിന്റെ അർത്ഥം? മമ്മി പ്ലീസ് 2 മിനിറ്റ്, ഞാൻ എല്ലാം പിന്നെ പറഞ്ഞുതരാം പ്ലീസ്. തനു മെഹന്തി. അല്ല ഡോക്ടർ സർ, നിങ്ങൾ എന്തായി ചെയ്യുന്നത്? ആന്റിയെ നന്നായിട്ടൊന്ന് കയറിയോ, ഇങ്ങനെ നിർത്തിക്കല്ലേ, എന്താ ഇത്? മാഡം പ്ലീസ് അവിടെ വന്നിരിക്കൂ. നികിത, എന്താ സാർ, എന്തെങ്കിലും അത്യാവശ്യം? അത്യാവശ്യം എനിക്കല്ല, ദേ ഇവൾക്കാ. പറഞ്ഞോ. ആക്ച്വലി മുകളിൽ വെച്ച് നടന്നത് നിനക്ക് ചിലപ്പോ വിഷമം തോന്നിയെങ്കിൽ. എന്ത് ചിലപ്പോ? നേരെ പറ. ഐ മീൻ ഓഫ് കോഴ്സ് വിഷമം തോന്നിക്കാണും. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. സോ എന്നോട് ക്ഷമിക്കൂ. സോറി. ഫോർമാലിറ്റി. നീ ഉണ്ടല്ലോ, ഈ സോറി ഫീൽ ചെയ്ത് പറഞ്ഞില്ലെങ്കിലേ അത് പറയുന്നതിൽ ഒരു അർത്ഥം ഉണ്ടാവില്ല. മനസ്സുകൊണ്ട് സോറി പറഞ്ഞില്ലെങ്കിൽ വേണ്ട. എന്തിനാ വെറുതെ ഫോർമാലിറ്റി കാണിക്കുന്നത്? മനസ്സുകൊണ്ടോ? മനസ്സുകൊണ്ട്. ഷുവർ. ലിസൺ നികിത, മുകളിൽ വെച്ച് നടന്നതെല്ലാം എൻ്റെ തെറ്റാണ്. ഞാൻ അങ്ങനെ നിന്നോട് ചെയ്യാൻ പാടില്ലായിരുന്നു, നിന്നെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ലായിരുന്നു. പ്ലീസ് എന്നോട് ക്ഷമിക്കൂ. റിയലി സോറി. എൻ്റെ തെറ്റിനെ ചെറുതായി കണ്ടുകൊണ്ട് ഒന്ന് ക്ഷമിക്കൂ പ്ലീസ്. ഇറ്റ്സ് ഓക്കെ. ഐ ഫോർഗിവ് യു. താങ്ക് യു സോ മച്ച്. യു ആർ സച്ച് എ സ്വീറ്റ് ഹാർട്ട്. താങ്ക് യു. നികിത എന്നോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞു. നീ എന്നോട് പറഞ്ഞില്ലേ, നികിത എന്നോട് ക്ഷമിച്ചാൽ നമ്മുടെ മെഹന്തി നടക്കും. ഫീലിംഗ് ലൈറ്റ്? താങ്ക് യു. എങ്കിൽ വാ. എന്തിനാ ലേറ്റ് ആക്കുന്നത്? ഐ ലവ് യു അബി. താങ്ക് യു. ഹായ്. വൗ തനു, ഐ എം സോ ഗ്ലാഡ് എല്ലാം ശരിയായല്ലോ. ഞാൻ വേഗം പോയി മെഹന്തി കൊണ്ടുവരാം. പ്ലീസ് ആലിയ, വളരെ പെട്ടെന്ന് കൊണ്ടുവരണം, അല്ലെങ്കിൽ വീണ്ടും അബിയുടെ മൂഡ് മാറിയാലോ. പോയാലോ? എനിക്ക് വേഗം പോയി മെഹന്തി എടുത്തോണ്ട് വരണം, അല്ലെങ്കിൽ ആരെങ്കിലും പുതിയ പ്രോബ്ലം ഉണ്ടാക്കിക്കൊണ്ട് വരും. അതിനു മുമ്പ് എന്തെങ്കിലും ചെയ്യണം. ചേച്ചി ഇതെന്താ ചെയ്തേ? ചേച്ചി ആ തനുവിനോട് എന്തിനാ ക്ഷമിച്ചേ? ചേച്ചി എങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ ഫംഗ്ഷൻ തന്നെ അങ്ങ് നിന്നേനെ. എല്ലാം വളരെ നല്ല രീതിയിൽ പോയിരുന്നു. അപ്പോഴാ അത് പിന്നെ എനിക്കറിയില്ലല്ലോ മുകളിൽ പോയി അവള് എന്ത് പ്ലാൻ ചെയ്തിട്ടാ വന്നെന്ന്. എനിക്കറിയായിരുന്നെങ്കിൽ ഞാൻ ക്ഷമിക്കേയില്ലായിരുന്നു. ഇതൊക്കെ അവളുടെ പ്ലാൻ ആയിരിക്കും. പ്രോമിസും ചെയ്യിച്ചിട്ടുണ്ടാവും, മാപ്പ് പറഞ്ഞ മെഹന്തി നടത്തണമെന്ന്. പക്ഷെ ഒരു കാര്യമുണ്ട് പ്രണവ്, അവൾ എന്നോട് മാപ്പ് ചോദിച്ചപ്പോ എനിക്ക് ശരിക്കും സന്തോഷം തോന്നി. ജനുവൻലി അല്ലേ ചോദിച്ചത്. ചേച്ചി അവളുടെ മുഖം നോക്കണമായിരുന്നു, എങ്ങനെയാ ചമ്മി നിന്നേന്ന്. ക്ഷമിച്ചില്ലായിരുന്നെങ്കിൽ ഇനി രസമായിരുന്നേനെ. ചേച്ചി പിന്നെ ചേച്ചി ക്ഷമിച്ചത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ മെഹന്തി ഫംഗ്ഷൻ ഇവിടെ ഇങ്ങനെ നടക്കുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടി അറിയാൻ കഴിഞ്ഞു, അബിയുടെ മനസ്സിൽ ചേച്ചിക്ക് വേണ്ടി എത്ര റെസ്പെക്റ്റ് ഉണ്ടെന്ന്. ചേച്ചിക്ക് വേണ്ടി അവൻ ഫംഗ്ഷൻ ക്യാൻസൽ ചെയ്യുമായിരുന്നു. ഇനി ചിലപ്പോൾ അവൻ തനുമായിട്ടുള്ള കല്യാണം ക്യാൻസൽ ചെയ്താലോ? അച്ഛമ്മേ, എന്തു പറ്റി? മെഹന്തി ഇടാൻ പറ്റുന്നില്ലേ? അത് നിങ്ങൾ എന്താ പറഞ്ഞത്? പ്രിയയുടെ രക്ഷകൻ, ജീവനെ പോലുള്ള ആള്, അയാളിപ്പോ വേറൊരാളുടെ ഭർത്താവാകാൻ പോവുക. അച്ഛമ്മേ, മെഹന്തി ഇട്ട് കൊടുക്കുന്നേ അല്ലേ ഏട്ടാ? ഇടൂ, ചടങ്ങിന്റെ മെഹന്തി ഇല്ലേ? അൽക്ക, ഇനിയുള്ള മെഹന്തി നീ ഇട്ട് കൊടുക്ക.
അബി, ഈ മെഹന്തിയിൽ നിന്റെ പേര് കണ്ടുപിടിക്കും. പേരോ? ഇത് എന്തോന്ന് ഗെയിമാ? ബോറ് പരിപാടി. അയ്യോ അഭി, എന്തായി പറയുന്നേ? ഇത് ഗെയിമൊന്നും അല്ല, ഇതൊരു ചടങ്ങാണ്. ചെയ്തേ പറ്റൂ. ഞാനൊന്ന് നോക്കട്ടെ. കണ്ടില്ലല്ലോ. തിരഞ്ഞു നോക്കൂ, ഉറപ്പായിട്ടും കിട്ടും. ഇപ്പൊ എത്ര വേണമെങ്കിലും ചിരിച്ചോ, ഈ മെഹന്തി ഒന്ന് കഴിഞ്ഞോട്ടെ. അതിനുശേഷം നിന്റെ മെഹന്തിയുടെ നിറവും നിന്റെ മുഖത്ത് കാണുന്ന ഈ ചിരിയുണ്ടല്ലോ, രണ്ടും കുറഞ്ഞോളൂ. പിന്നെ നീ കരയും ജീവിതകാലം മുഴുവൻ. നിങ്ങൾ ഇവിടെ വന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇവിടെ വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അമ്മേ. നിങ്ങളുടെ വീട് ഞങ്ങളുടെ വീട് പോലെ തന്നെയാ. നിങ്ങൾ ഞങ്ങൾക്ക് അച്ഛമ്മ, നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് കേട്ടാ തോന്നും ഒരുപാട് നാളത്തെ പരിചയമുള്ളതുപോലെ. എന്താ, നേരത്തെ അറിയോ? അഭി, ചേച്ചി പറഞ്ഞ എന്താന്ന് വെച്ചാ ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരാളെ കാണുമ്പോ ഇത്രയും സന്തോഷാവുന്നേ. നിനക്ക് തോന്നുന്നത് പോലെ എനിക്കും തോന്നുന്നുണ്ട് നമ്മൾ ഇവരെ വർഷങ്ങളായി അറിയുമെന്ന്. അതെ അച്ഛമ്മ, എനിക്കും ഈ ഫീലിംഗ് തന്നെ തോന്നിയിരുന്നു. മുമ്പ് ഇവരെയൊക്കെ എവിടെ കണ്ടതുപോലെ. അതാ ഞാൻ ഇവരെയും ഫംഗ്ഷനെ വിളിച്ചത്. എന്തായാലും നന്നായില്ല അച്ഛമ്മ. നല്ലതാണ്. ചേച്ചി വേഗം വരൂ, ടാക്സി കിട്ടിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാകും. മോനെ, ഞങ്ങൾ ഇറങ്ങുകയാണ്. അമ്മയ്ക്ക് കാലുവേദനയാണ്, പോരാത്തതിന് ഒറ്റയ്ക്കും. പോകാം. അല്ല ആൻറ്റി, ഇപ്പോൾ ടാക്സി കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ എൻ്റെ വീട്ടിലേക്കല്ലേ വന്നത്, അപ്പോൾ ടാക്സി പിടിച്ചൊന്നും പോകണ്ട. പ്രണവ് ഒരു സെക്കൻഡ് ഇങ്ങ് വന്നേ. പ്രണവ്, നിനക്ക് ആൻറ്റിയുടെ വീട് അറിയാലോ അല്ലേ? അറിയാം. ആൻറ്റിയെ ഒന്ന് വീട് വരെ കൊണ്ടാക്കോ നീ. പിന്നെന്താ, വരൂ ആൻറ്റി പ്ലീസ്. നോ ഫോർമാലിറ്റീസ്. താങ്ക്സ്. പോകാം. ഹലോ, നീ എങ്ങോട്ടാ പോകുന്നേ? എവിടെ പോകുന്നു വെച്ചോ? വീട്ടിൽ പോകുന്നു. വീട്ടിലോട്ടോ? ഇവിടെ മെഹന്തി കിടക്കുന്ന നീ കാണുന്നില്ലേ? ഒരുപാട് ജോലിയുണ്ട്. നീ വീട്ടിൽ പോയാൽ ഫാമിലി പെർമിഷൻ പ്രോബ്ലം. ആൻറ്റി, അത് ആൻറ്റിക്കൊന്നും തോന്നരുത്. അത് നിക്കിത കുറച്ച് സമയം കൂടി ഇവിടെ നിന്നോട്ടെ. അറിയാലോ, ഇവിടെ ഇനി ഒരുപാട് ജോലികൾ ബാക്കിയുണ്ട് ആൻറ്റി. അതുമല്ല, ഇവളില്ലാതെ ഇവിടെ ഒരു ജോലി നടക്കില്ല ആൻറ്റി. ശരി മോനെ, മോൻ പറഞ്ഞ സ്ഥിതിക്ക് അവളിവിടെ നിൽക്കട്ടെ. പക്ഷെ എന്താണെന്നറിയോ, അവൾ മോന്റെ കാര്യം നോക്കിക്കോളും, അവളുടെ ജോലിക്കാര്യവും. പക്ഷെ അവളുടെ കാര്യം ആര് ശ്രദ്ധിക്കാനാ? എനിക്കറിയാം, അവൾ സ്വന്തം കാര്യം ശ്രദ്ധിക്കുകയില്ല, ഒന്നും കഴിക്കുകയില്ല, കുടിക്കുകയില്ല. ആൻറ്റി എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ഞാനുണ്ടല്ലോ, ഞാൻ ഇവളെ നന്നായി ശ്രദ്ധിച്ചോളാം. മോനുണ്ടെങ്കിൽ പിന്നെ എനിക്ക് മറ്റൊരു ടെൻഷനും ഇല്ല. ശരി, എന്നാ ഞങ്ങൾ ഇറങ്ങുകയാണ്. ശരി ആൻറ്റി, ഡോണ്ട് വറി. ഞാനുണ്ടല്ലോ, ഞാൻ ഇവിടെ ഉണ്ടല്ലോ, സേഫായിട്ട് വീട്ടിൽ വിട്ടോളാം. ആ പേരിൽ എനിക്ക് റോക്ക് സ്റ്റാർ അച്ഛമ്മയൊന്ന് കാണാലോ അല്ലേ? മോനുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഒന്നിനെ പേടിക്കേണ്ട ആവശ്യമില്ല. വാവ്, നോട്ട് ബാഡ്. നീ മെഹന്തിയിൽ ഏട്ടന്റെ പേര് ശരിക്കും ഒളിച്ചു വെച്ചല്ലോ. നാണം കെട്ട മെഹന്തി നടത്തിയാലും എന്താ ആലിയ?
യുനോ ആലിയ, ഈ മെഹന്തിയിൽ ഞാൻ തീരെ ഹാപ്പി അല്ല, ദേഷ്യമാണ്. എനിക്ക് അങ്ങോട്ട് നോക്കുക, എന്നേക്കാൾ ഹാപ്പി പ്രിയ. സ്വീറ്റ് ഹാർട്ട്, ഡോണ്ട് യു വറി. നീ മാപ്പ് ചോദിച്ചു, പക്ഷെ അതിൽ വിഷമം എനിക്കും തോന്നിയിരുന്നു. ഐ ഫീൽ ഇൻസൾട്ടഡ് ടു. ആൻഡ് ഐ പ്രോമിസ് യു, ഇതെല്ലാം കഴിഞ്ഞ് ആ പ്രിയ ഉണ്ടല്ലോ, അവള് സ്വയം പശ്ചാത്തപിച്ച് നിന്നോട് മാപ്പ് പറയും. എന്ന് വെച്ചാ തനു, ആ പ്രിയയുടെ ഡ്യൂട്ടി ഈ വീട്ടിൽ കഴിയാൻ പോവാ. ആ പ്രിയയെ ഞാൻ ഒരുപാട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് തനു. അതുകൊണ്ട് അവളെ ഇവിടെ നിർത്താൻ സമ്മതിച്ചത്. പക്ഷെ ഇനി വേണ്ട. ഇനി അവൾ ഈ വീട്ടിൽ നിന്ന് പോകേണ്ട ടൈം വന്നിരിക്കുന്നു. നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആളുകൾ അവളെ പുറത്താക്കാനുള്ള പ്ലാനുകൾ നടത്തുക. എല്ലാം ശരിയാവുമ്പോഴേക്കും അവൾ ഈ വീട്ടിൽ നിന്ന് പുറത്തായിരിക്കും. അവൾ ഈ വീട്ടിൽ നിന്ന് മാത്രമല്ല, ഏട്ടൻ്റെ ലൈഫിൽ നിന്നും കംപ്ലീറ്റ്ലി പുറത്തായിരിക്കും. പിന്നെ അവളുടെ ഓർമ്മ പോയിട്ട് അവളുടെ പേര് പോലും ഉണ്ടാവില്ല. നീ അതെപ്പോഴാ ചെയ്യുന്നത്? അത് നിന്റെ മെഹന്തി തീർന്നു കഴിയുമ്പോൾ, അത് കഴിയുമ്പോൾ അവളുടെ മുഖത്ത് കരുതേക്കാനുള്ള സമയമാവും. പറയാൻ മാത്രം ഡിസൈൻ ഒന്നുമില്ല, പക്ഷെ ഈ മെഹന്തി എനിക്ക് വേൾഡ്സ് ബെസ്റ്റ് മെഹന്തി ആയിട്ടാ തോന്നുന്നത്. ഇന്ന് ഈ ഫംഗ്ഷൻ നടന്നത് എനിക്ക് വേണ്ടി തന്നെയാന്നാ തോന്നുന്നത്. താങ്ക് യു. ഇവിടെ എന്താ ചെയ്യുന്നേ? ഒന്നുമില്ല. എന്താ ഒളിപ്പിക്കുന്നേ? ഒന്നുമില്ല. നിന്റെ കൈ ഒന്ന് കാണിച്ചേ.